ഹലോ ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് പൂരി. പക്ഷേ ഇത് വന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കി റെഡിയാക്കാൻ പറ്റും കേട്ടോ. ആ ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ റെസിപ്പിയിൽ നമുക്ക് കുഴച്ച് വെക്കണം, അത് വേണം തോന്നും അങ്ങനെയൊന്നുമില്ല. ഒരു 5 മിനിറ്റിൽ വീട്ടിലുള്ള സാധനം വെച്ച് നമുക്ക് പൂരി ഉണ്ടാക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റിൽ കേട്ടോ, എണ്ണ ഒക്കെ കുടിക്കാത്ത മാതിരി. അപ്പോൾ ഞാനിതാ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പഞ്ചസാര, ഒരു അര ടേബിൾ സ്പൂൺ പഞ്ചസാരയും, പിന്നെ അതേപോലെ ആവശ്യത്തിന് ഉപ്പും, കുറച്ച് ബേക്കിംഗ് സോഡ ഒരു അര അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ മതി. അതിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. അത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു സോഫ്റ്റായിട്ട് വരണ മാതിരി നമുക്ക് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതാ കുഴച്ച മാവിൽ കുറച്ച് ഓയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കാം. ഇനിയാണ് നമ്മൾ സോഫ്റ്റ് പൂരി കിട്ടാനുള്ള ഒരു പരിപാടി. നമ്മൾ കൗണ്ടർ ടോപ്പ് നല്ല ക്ലീൻ ചെയ്തിട്ട് അതിൽ കുറച്ച് മാവ് ഇട്ടിട്ട് നല്ല വലിച്ച് നമ്മൾ ഇത് കുഴച്ച് കൊടുക്കണം മാവ്. എന്നാലേ ഈ റെസിപ്പി അടിപൊളിയായിട്ട് വരുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അത് ബോളാക്കി എടുത്തു. നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ബോൾ എടുക്കുക. അതിൽ നമ്മൾ മാവ് സ്പ്രെഡ് ചെയ്തിട്ട് നല്ല പരത്തി കൊടുക്കാം. കുറച്ച് മെലീസായിട്ട് പരത്തണം കേട്ടോ, നല്ല പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഇതാ ഓയിൽ വന്നിട്ട് ഇവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലൊരു ചെറിയൊരു പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചൂടായിക്കണോ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എണ്ണ ചൂടായിട്ട് നമുക്ക് ഓരോ പൂരിയായിട്ട് പൊരിച്ചെടുക്കാം. അങ്ങനെ പൂരി ഇട്ട ശേഷം അതൊന്ന് പൊങ്ങി വരുമ്പോൾ നമ്മളെ കയ്യിൽ കൊണ്ട് നമുക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ അതങ്ങനെ പൊങ്ങി വരും. ഇപ്പോൾ ഇതാ നമ്മൾ ഒരു സൈഡ് റെഡിയായി, അടുത്ത സൈഡ് ഇതേപോലെ റെഡിയാക്കി നമുക്ക് എല്ലാ പൂരിയും ചുട്ടെടുക്കാം. അങ്ങനെ ഇതാ അടിപൊളി പൂരി റെഡി ആയിട്ടുണ്ട്. ഇത് അധികം എണ്ണ ഒന്നും കുടിക്കാതെ നമുക്ക് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റും ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് മാവൊന്നും കുഴച്ച് വെക്കാൻ സമയമില്ലെങ്കിൽ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൊരു റെസിപ്പി ആയിക്കാരം. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഈ റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടോ. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.